ഒമാനിൽ നിന്ന് അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജിനായി 39,500-ലധികം പേർ രജിസ്റ്റർ ചെയ്തു. സുൽത്താനേറ്റിന്റെ അംഗീകൃത കോട്ട 14,000 മാത്രമാണ്. കഴിഞ്ഞ വർഷം 63 മലയാളികൾക്ക് ഒമാനിൽ നിന്ന് ഹജ്ജിന് പോകാൻ അവസരം ലഭിച്ചു. നവംബർ 17 വരെയായിരുന്നു ഒമാൻ എൻഡോമെന്റ് ആൻഡ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഹജ്ജിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം. ആകെ 39,579 പേരാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 14,000 പേർക്കാണ് അവസരമുണ്ടാവുക. ഒമാനികളുടെ കോട്ട 13,098 ആണ്. വിദേശികൾക്കായി 470 സീറ്റും മാറ്റിവെച്ചിട്ടുണ്ട്. അപേക്ഷകരിൽ നിന്ന് നറുക്കെടുപ്പ് വഴിയാണ് തിരഞ്ഞെടുക്കുക. ഒമാനിൽ നിന്നുള്ള ഹജ്ജ് കമ്പനികൾ വഴിയാണ് ഇവർക്ക് പോകാനാവുക. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഹജ്ജിന് അപേക്ഷിക്കാൻ കഴിയുമായിരുന്നത്. കഴിഞ്ഞ വർഷം 13,586 അപേക്ഷകരെയാണ് ഹജ്ജിനായി തിരഞ്ഞെടുത്തത്. ഇതിൽ 51% സ്ത്രീകളായിരുന്നു. 500 വിദേശികൾക്കും അവസരം ലഭിച്ചു. കഴിഞ്ഞ വർഷം 63-ലധികം മലയാളികൾ ഒമാനിൽ നിന്ന് ഹജ്ജിന് പോയിരുന്നു. സുന്നി സെന്റർ വഴി 43 മലയാളികളാണ് ഹജ്ജിന് പോയത്. 2011 മുമ്പ് ഒമാനിലെത്തിയ വിദേശികൾക്കാണ് കഴിഞ്ഞ വർഷം ഒമാൻ ഹജ്ജ് മിഷൻ മുൻഗണന നൽകിയിരുന്നത്. കാഴ്ച വൈകല്യമോ ശാരീരിക വൈകല്യമോ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടെ മറ്റുള്ളവർക്ക് സഹായിയായി പോകാം. അതിന് തടസ്സമുണ്ടായിരിക്കില്ലെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് സംവിധാനത്തിൽ മുമ്പ് രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാകും ആളുകളെ തിരഞ്ഞെടുക്കുക. മീഡിയ 1, മസ്കത്ത്.